നമസ്കാരം രാജേഷ് ജി, നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വളരെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു UDF-ന് 100 സീറ്റ് കിട്ടും. 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ആവർത്തിച്ചു. UDF തരംഗം കേരളത്തിലുണ്ട്, 100-ലധികം സീറ്റുകൾ കിട്ടും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല 1 ഡസനിലധികം മന്ത്രിമാർ തോൽക്കും എന്നും കൂടി വി.ഡി. സതീശൻ പറഞ്ഞു വച്ചിരിക്കുന്നു. എങ്ങനെ കാണുന്നു ഈ പ്രസ്താവനയെ? ഈ പ്രതിപക്ഷ നേതാവ് പറയുന്ന തരത്തിലൊരു UDF തരംഗം കേരളത്തിലുണ്ടോ? ശ്രീ വി.ഡി. സതീശൻ ആദ്യം പറഞ്ഞത് ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് ഒരു ഡിബേറ്റിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു. പിന്നീട് അദ്ദേഹം ഒരാഴ്ച മുമ്പ് തിരുത്തി, ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ ഇടത് ഹാൻഡിലുകൾ അവരാണല്ലോ എപ്പോഴും സൈബർ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സൈബർ അറ്റാക്കിങ് വന്ന് അവർ പഴയ പറഞ്ഞ ക്ലിപ്പിങ്സ് ഒക്കെ എടുത്ത് കാണിച്ചപ്പോൾ പറഞ്ഞു ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു. ഇപ്പം വീണ്ടും അദ്ദേഹം പറയുന്നത് 100+ കിട്ടും, പക്ഷേ രാഷ്ട്രീയ വനവാസം ഒഴിവാക്കി. എന്നാലും പുള്ളി 100+ കിട്ടും. കാരണം നമ്മുടെ ഒരു ചാനലിൽ വന്നൊരു വാർത്തയെ ആധാരമാക്കിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതിനൊരു പോസിറ്റീവ് എനർജി ഉൾക്കൊണ്ടുകൊണ്ടാകാം പറഞ്ഞത്. പിന്നെ സതീശൻ ഈ പറയുന്നത് നമ്മുടെ നമ്മുടെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയൊക്കെ ഒരു കണക്ക് പ്രകാരം ഏതാണ്ട് LDF-ന് ഒരു 80-ലധികം സീറ്റ് കിട്ടുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം അതൊരു ആധികാരികമായ റിപ്പോർട്ടല്ല, അതൊരു രേഖയല്ല. പക്ഷേ സെൻട്രൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നു 100ഓളം സീറ്റുകൾ കിട്ടും, LDF-ന് 40 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ BJP-യുടെ കാര്യം പറയുന്നില്ല. കാരണം അപ്പോഴും അവർക്ക് ആശങ്കയാണ്. BJP-യുടെ കാര്യം അത് താമര വിരിഞ്ഞിട്ട് താമര എന്തായാലും രാവിലെ വിരിയും. പക്ഷേ താമര മുട്ട് നോക്കി രാത്രി ഇരിക്കുന്ന ആൾ പറയും ഈ മുട്ട് നാളെ വിരിഞ്ഞിട്ട് ഞാൻ വിരിഞ്ഞു എന്ന് പറയാം എന്ന് പറയുന്നൊരവസ്ഥ. അത് വിരിയുമെന്ന് നമുക്ക് ഉറപ്പാണ് താമര. അപ്പോൾ വി.ഡി. സതീശൻ പക്ഷെ വേറൊരു കാര്യമുണ്ട്. UDF-ന് 100 കിട്ടിയില്ലെങ്കിൽ പിന്നെ നോക്കണ്ട ഒരൊറ്റ വലിയാണെന്നും അദ്ദേഹം ഔദ്യോഗികമല്ലാതെ പറഞ്ഞിട്ടുണ്ട്. കാരണം 100-ലേക്ക് അങ്ങനെ ഒരു ഭീഷണി ഉണ്ടോ? അതായത് UDF-ന് 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ വി.ഡി. സതീശനെ ഹൈക്കമാൻഡ് ബലി കൊടുക്കുമോ? സ്വാഭാവികം. ഒരു കാരണം നോക്കിയിരിക്കില്ല. അത് കോൺഗ്രസ് എന്നുള്ള പരാതി കൂട്ടമാണ്, പരാതി കൊടുക്കുകയാണ്. കുടുക്ക പൊട്ടിക്കുമ്പോൾ പരാതി പ്രളയമാണ്. ഇത് കുടുക്ക പൊട്ടിക്കുമ്പോഴാണ് ഈ പരാതിയുടെ എല്ലാം വെളിച്ചാടുന്നത്. ഇപ്പൊ വി.ഡി. സതീശൻ പറയുന്നത് 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ 100-ലേക്ക് എത്തിയില്ലെങ്കിൽ ആ ഗ്രാഫ് നേരെ അടിച്ച് താഴേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ ഒരു 40-ലേക്ക് വന്ന് നിൽക്കും. നിന്ന് കഴിഞ്ഞാൽ തീർന്നു. സതീശൻ രമേശ് ചെന്നിത്തല ജയിക്കുകയും ചെയ്യും. അല്ല, അവിടെ എൻ്റെ സംശയം UDF-ന് 100 കിട്ടിയില്ല, സമ്മതിച്ചു. പക്ഷേ ഒരു കംഫർട്ടബിൾ മെജോറിറ്റി കിട്ടില്ലേ ഭരിക്കാൻ ആവശ്യമായ? കാരണം ഒരു മേൽക്കൈ UDF-നാണ് ഉള്ളതെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം അതിന് വിരുദ്ധമായിട്ടാണ് വാർത്ത കൊടുക്കുന്നത്. പക്ഷേ അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് മുഖ്യ പ്രതിപക്ഷമായ UDF-ന് അനുകൂലമായി പോകും. അവിടെ ഒരു വെല്ലുവിളിയുള്ളത് BJP അതിൽ കുറെ വോട്ടുകൾ പിടിക്കും, ചില മണ്ഡലങ്ങളിലെങ്കിലും. അതെ, ഇവരീ പറയുന്നത് എല്ലാ കാലങ്ങളിലും എല്ലാ 5 കൊല്ലം കൂടുമ്പോഴും ഇവരീ പറയുന്നത് ഇടത് വലത് ഈ രണ്ട്, ഒന്നുകിൽ ഇടത് ഭൂരിപക്ഷത്തിലേക്ക് അല്ലെങ്കിൽ വലത് ഭൂരിപക്ഷത്തിലേക്ക്. അപ്പം അതിനിടയ്ക്കാണ് ഇത്തവണ BJP ഒരു BJP അല്ല 2016 മുതൽ BJP-യുടെ കടന്നുവരവ് നമ്മൾ 2011 ശേഷം എടുത്തു നോക്കിയാൽ പിന്നെ 2012-ലാണോ 2013-ലാണോ നമ്മുടെ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത്? പിന്നെ സെൽവരാജ് LDF-ൽ നിന്ന് CPM-ൽ നിന്ന് രാജിവെച്ച് പുറത്തുപോയി. പിന്നെ UDF കാൻഡിഡേറ്റായിട്ട് നെയ്യാറ്റിൻകര മത്സരിക്കുന്നു. അവിടെ BJP-യുടെ O രാജഗോപാൽ മത്സരിക്കുകയും ഏതാണ്ട് 34,000-ത്തിനടുത്ത് വോട്ട്, എൻ്റെ ഓർമ്മ ശരിയാണ് 32,000 എത്രയാണ്, എന്തായാലും ആ ഒരു സംഖ്യക്കകത്ത് വോട്ട് പിടിച്ചു. വോട്ട് പിടിച്ചപ്പോൾ അവിടെ LDF ആണ് തോറ്റത്. UDF-ന് അനായാസേന ജയിക്കാനായി. അത് തന്നെ നമ്മുടെ G. കാർത്തികേയൻ മരിച്ച ശേഷം അരുവിക്കര നടന്ന ഉപതെരഞ്ഞെടുപ്പിലും ആവർത്തിച്ചു. BJP പിടിക്കുന്ന വോട്ട് അന്ന് കൃത്യമായിട്ട് LDF-നെയാണ് തോൽപ്പിച്ചുകൊണ്ടിരുന്നത്. അവിടെ UDF ജയിച്ചുകൊണ്ടിരുന്നു. അല്ല, 2016-ൽ വന്നപ്പോൾ അതിന് മാറ്റമുണ്ടായി. BJP പിടിച്ച വോട്ട് UDF-നെ തോൽപ്പിച്ചു, LDF-നെ ഭരണത്തിൽ കയറ്റി.
അന്ന് BJPക്ക് ഒരു സീറ്റ് കിട്ടി. പിന്നെ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, മഞ്ചേശ്വരം, കാസർഗോഡ്, പാലക്കാട് തുടങ്ങിയ നിരവധി ജില്ലകളിൽ BJP നിരവധി മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്ത് വന്നു. പക്ഷേ അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് 2016-ൽ BJP കേരളത്തിലെമ്പാടും BJPക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടായി. ആ മുന്നേറ്റത്തിൽ കടപുഴകിയത് UDF ആണ്. അതിൻ്റെ ആവർത്തനം 2021 അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരെ തിരിച്ചാണ്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ മാറി മാറി വോട്ട് ചെയ്യുകയാണ് വളരെ കൃത്യമായി. BJPക്ക് അതേസമയം കിട്ടുന്ന വോട്ടുകളുടെ എണ്ണം കൂടി വരുന്നു. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും ശരി, നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ശരി. ഇപ്പോൾ ഈ 2026-ൽ വന്നെത്തി നിൽക്കുമ്പോൾ ഉയരുന്ന ചോദ്യം, BJP പിടിക്കുന്ന വോട്ട് ആരെ തോൽപ്പിക്കും? LDFനെ ആണോ UDFനെ ആണോ? ഇവിടെ അതാണ് ഏറ്റവും പ്രസക്തമായ വിഷയം. ഈ പ്രശാന്തി പറയുന്നതനുസരിച്ച് 2016 മുതൽ BJP സ്വന്തം നിലയിൽ വോട്ട് പിടിക്കുന്നു എന്നതിൻ്റെ അർത്ഥം BJP അതിന് മുമ്പൊക്കെ BJP വോട്ടുകൾ അങ്ങോട്ട് മാറിയെന്നല്ല. ഈ BJP 2016 മുതൽ 2016-ലും 2021-ലും ഒക്കെ BJPക്ക് കിട്ടിയ വോട്ട് ശതമാനത്തിലെ വളർച്ച, ആ വളർച്ച BJP വോട്ടുകൾ BJP എന്ന NDA എന്ന കക്ഷിയിലേക്ക് അതിനുള്ളിൽ തന്നെ നിൽക്കുന്നു. ഒരു 90% വോട്ട് വന്നു ചേരുന്നു. ആ വോട്ട് ഇത്തവണയും വന്നു ചേരും. അപ്പോൾ BJPക്ക് കിട്ടേണ്ട വോട്ടുകൾ ഇത്തവണ കൃത്യമായി കിട്ടുകയും ചെയ്യും. ഏത് സ്ഥാനാർത്ഥിയാണോ ഇടതാണോ ദുർബലൻ, വലതാണോ ദുർബലൻ, കടപുഴകി വീഴുകയും ചെയ്യും. അതായത് BJPയെ പഴിച്ചിട്ട് കാര്യമില്ല. അതായത് രാജേഷ് ജി പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഒരു മണ്ഡലത്തിൽ അവിടെ ഈ പറഞ്ഞതുപോലെ LDF ആണോ ദുർബലൻ, UDF ആണോ ദുർബലൻ എന്നതനുസരിച്ചിരിക്കും അവിടുത്തെ തകർച്ച. അതായത് LDF സ്ഥാനാർത്ഥി, ഇപ്പോൾ ഉദാഹരണത്തിന് നേമത്ത് നമുക്കറിയാം അവിടെ UDF ദുർബലമാണ്. അപ്പോൾ BJP പിടിക്കുന്ന വോട്ടുകൾ അവിടെ UDFനെ കൂടുതൽ ദുർബലമാക്കും. അതിനൊപ്പം ഇത്തവണ നേമത്ത് ശബരിനാഥിന്റെ ആ വോട്ട് ഷെയർ, ശബരിനാഥ് സ്വന്തം വോട്ട് ഷെയർ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഇപ്പോഴത്തെ BJPയിൽ ഒന്നും കിട്ടില്ലെന്ന് മനസ്സിലായി. എന്നിട്ടും ശബരിനാഥ് അവസാന ലാപ്പിൽ ഓടിക്കയറുന്ന നമ്മൾ 2021-ലെ കണക്കെടുത്ത് നോക്കിയാൽ നേമത്ത് K. മുരളീധരൻ മത്സരിക്കുകയും കേവലം 12,000 വോട്ടിലേക്ക് കിടന്ന കൂപ്പുകുത്തിയ UDFനെ അദ്ദേഹം തിരിച്ച് 36,000 വോട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തു. കുമ്മനം ഏതാണ്ട് 6,000 വോട്ടിന് തോറ്റു. അവിടെ LDF വിജയിച്ചു. സമാനമായൊരു സാഹചര്യമാണോ ഇപ്പോഴും നേമത്തുള്ളത്? നേമത്തൊരു ക്രോസ് വോട്ടിംഗ് എന്തായാലും ഉണ്ടാകില്ല. ഇല്ല, വളരെ കൃത്യമായിട്ട് അവരവരുടെ തീർച്ചയായിട്ടും NDA വോട്ടുകൾ LDF അവിടെ ക്രോസ് വോട്ടിംഗ് നടക്കാൻ സാധ്യതയുള്ളത് ഈ SDPI ആരാണോ രണ്ടാമത് വരുന്ന, BJP ആണോ ഒന്നാമതെന്നിരിക്കട്ടെ, തൊട്ടു പിന്നിൽ വരുന്ന മുന്നണി ഏതാണോ ആ മുന്നണിക്ക് വോട്ട് ചെയ്യും. അത് അവർക്ക് അറിയാലോ. അതുകൊണ്ടാണല്ലോ അതവർ പഠിച്ചതുകൊണ്ടാണല്ലോ അവര് നേരെ നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചു. ആ പിന്തുണ ശിവൻകുട്ടി സഖാവ് സ്വീകരിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞ അതുപോലെ മറ്റു മണ്ഡലങ്ങളിലും ഇങ്ങനെ ആയിരിക്കും വോട്ടിംഗ് പാറ്റേൺ. പക്ഷെ അതിന് സമാധാനം പറയേണ്ടി വരും. ശിവൻകുട്ടി മാത്രമല്ല, SDPയുടെ വോട്ടുകൾ ജയിക്കാൻ വേണ്ടി വരുമെന്ന് പാർട്ടി സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതിന് അഭിമന്യുവിന്റെ കുടുംബത്തോടെങ്കിലും സമാധാനം, അഭിമന്യുവിന്റെ കുടുംബത്തോടും കേരളത്തിന്റെ പൊതുസമൂഹത്തോടും തീർച്ചയായിട്ടും സമാധാനം. കേരളത്തിൽ പറയണ്ട, അഭിമന്യുവിന്റെ കുടുംബത്തോട് പറഞ്ഞാൽ മതി. ഇത്രയും ആ കുടുംബത്തിന്റെ പേരിൽ വലിയ പിരിവൊക്കെയാണ് നടത്തിയത്. വേറൊന്നും പറഞ്ഞില്ലേ, SDPയുടെ വോട്ടുകൾ അഭിമന്യു ഒറ്റ ഒരാൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ എന്ത് അഭിമാനത്തോടെ ആണത്തോടെ നിൽക്കാമായിരുന്നു. അവർ പറഞ്ഞില്ലല്ലോ. അവർക്ക് അഭിമന്യുവിന്റെ വോട്ടുകൾ വേണ്ട എന്ന് പറഞ്ഞു. പകരം പാർട്ടി സെക്രട്ടറി പറയുന്ന ന്യായം എന്താണ്? ഞങ്ങൾക്ക് ജയിക്കാൻ ആരുടെ വോട്ടും അതെ. അപ്പൊ BJPയെ അകറ്റി നിർത്താൻ, അതായത് ഇവര് വീണ്ടും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുകയില്ലേ? BJP ഒരു വർഗീയ ശത്രുവാണെന്നും അപ്പം SDP വർഗീയ കക്ഷിയാണെന്ന് അവർ സമ്മതിക്കുകയല്ലേ? അപ്പോൾ SDP രാഷ്ട്രീയ മുഖ്യധാരയിലേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ അവരെയും വർഗീയമെന്ന് പറയുന്നു, എന്നാൽ അവരുടെ വോട്ടും BJPയും വർഗീയമെന്ന് പറയുന്നു. എന്നിട്ട് ഈ രണ്ടുപേരെയും അകറ്റി നിർത്താൻ അതെപ്പോഴും ഈ BJP പേടി കാണിച്ചാണല്ലോ ഇവർ ഈ LDF ഈ കഴിഞ്ഞ 10 വർഷവും ജീവിച്ചു പോയത്. ഈ BJP പേടി കാണിച്ചാണ്. എന്നാൽ പിന്നെ SDP നിയമത്തിൽ സ്ഥാനാർത്ഥി നിർത്തുകയല്ലേണ്ടിരുന്നു? അല്ല, അങ്ങനെ നിർത്തിയ SDPക്ക് ഒരു 10,000-ൽ താഴെ വോട്ട് ആയിക്കോട്ടെ. നിയമത്തിൽ രാജീവ് ചന്ദ്രശേഖർ വൻ വിജയം നേടുമെന്ന് ഇവർക്ക് ഒരു നേരത്തെ തന്നെ ഇവർ കണക്കൂട്ടലുണ്ടെങ്കിൽ അവർക്ക് SUCI അവർ ജയിക്കാൻ വേണ്ടിയാണ് സ്ഥാനാർത്ഥി നിർത്തുന്നത്. അല്ല, ഇതിനകത്ത് മറ്റൊരു രാഷ്ട്രീയമുണ്ട് രാജേഷ് ജി. അതായത് ഇപ്പോൾ SDPI എന്തുകൊണ്ട് വോട്ട് LDFന് കൊടുക്കുന്നു അല്ലെങ്കിൽ UDFന് കൊടുക്കുന്നു എന്നുള്ളത്. ഒന്ന്, അവരൊരു വിലപേശൽ നടത്തുകയാണ്.
കേരള രാഷ്ട്രീയത്തിൽ BJPയെ തോൽപ്പിക്കാൻ ഞങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കാം, പകരം എന്ത് ചെയ്യും? അങ്ങനൊരു ചോദ്യമുണ്ട്. ഇവിടെ ഇപ്പോൾ LDFന് SDPI പിന്തുണ കിട്ടി, കഴിഞ്ഞ തവണ ശിവൻകുട്ടി ജയിച്ചു. അതിന് പകരം എന്താ ചെയ്തേ? അഭിമന്യുവിൻ്റെ കേസ് എവിടെ എത്തി? അഭിമന്യുവിൻ്റെ കേസ് കോടതിയിലെത്തിയോ? പ്രതിയെ പിടിച്ചില്ല. അല്ലല്ല, നിൽക്കൂ, പ്രതികളെ മുഴുവനും പിടിച്ചിട്ടില്ല. അതിനേക്കാളും തൊണ്ടി മുതൽ കത്തി എവിടെ? ആ കേസ് ഡയറി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അവിടെ ഒറിജിനൽ അല്ല കോടതിയിലെത്തിയിരിക്കുന്നത്, അത് മാറിപ്പോയി. എന്തൊക്കെ വിഷയം, അതിൻ്റെ പേരിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ഇത് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ, അതാണ്. അതായത് SDPIയുടെ വോട്ട് കൊണ്ട് ശിവൻകുട്ടി നേമത്ത് വിജയിച്ചപ്പോൾ പകരം അഭിമന്യുവിൻ്റെ കൊലപാതക കേസ് നഗ്നമായിട്ട് അട്ടിമറിച്ചു കൊടുത്തു. അതാണ് സത്യം. അപ്പോൾ ഈ കൊടുക്കൽ വാങ്ങലുകൾ വളരെ കൃത്യമായിട്ട് അത് LDFനും നടത്തുന്നുണ്ട്, UDFനും നടത്തുന്നുണ്ട്. SDPIക്ക് 2021 നിയമത്തിൽ പിന്തുണ LDF സ്ഥാനത്തേക്ക് കൊടുത്തത് കൊണ്ട് അവർക്ക് ഗുണമുണ്ടായി, ഒരുപാട് ഗുണമുണ്ടായി. അത് ഇത് മാത്രമൊന്നുമല്ല, നിരവധി കാര്യങ്ങളിൽ നോക്കൂ. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകളെ കേന്ദ്ര സർക്കാർ നിരോധിച്ചു. പക്ഷേ SDPIയെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. അത് ഇലക്ഷൻ കമ്മീഷനാണ് അത് ചെയ്യേണ്ടത്. ഇലക്ഷൻ കമ്മീഷന് അതിന് നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കും, നമുക്കറിയില്ല. ഇലക്ഷൻ കമ്മീഷനെ ചോദ്യം ചെയ്യാൻ നമ്മൾ ആളല്ല. പക്ഷേ ഇങ്ങനൊരു കാര്യമുണ്ട്, അവരെ നിരോധിച്ചില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ ആ നിരോധിക്കാത്ത SDPIക്ക് ഇനി കേരളത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു, ക്യാമ്പസ് ഫ്രണ്ട് നിരോധിച്ചു, വിമൻസ് ഫ്രണ്ട് നിരോധിച്ചു, അവരുടെ മനുഷ്യാവകാശ സംഘടന നിരോധിച്ചു, നിരവധി സംഘടനകൾ, അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ട്രസ്റ്റുകളടക്കം നിരോധിച്ചു. നമ്മുടെ പിന്നെ ഗ്രീൻ വാലി മഞ്ചേരിയിൽ അതൊക്കെ അറിയാമല്ലോ, പൂട്ടിക്കെട്ടിപ്പോയി. ഇടയ്ക്ക് അവർ കോടതി ഉത്തരവുമായിട്ട് വന്ന് ഹൈക്കോടതിയിൽ നിന്നൊരു ഒരു ചെറിയ ഇത് കിട്ടി, അത് തുറക്കാനൊക്കെ ശ്രമിച്ചു. ഇപ്പോൾ അത് വീണ്ടും പൂട്ടി. ഇപ്പോൾ അത് കേസ് സുപ്രീം കോടതിയിൽ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ അവർക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലും അവരുടെ രാഷ്ട്രീയ മുഖമായ SDPI കേരളത്തിൽ നിലനിൽക്കുന്നു. എങ്ങനെ? ആരുടെ പിന്തുണയിൽ? അത് ഈ LDF UDF പിന്തുണയിലാണെന്നുള്ള കാര്യം വ്യക്തമല്ലേ? ഇപ്പോൾ SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ UDFിൽ ഏതെങ്കിലും കക്ഷി തയ്യാറായോ? സതീശൻ പറഞ്ഞു. പക്ഷേ അല്ല, സതീശൻ പറഞ്ഞെങ്കിൽ എന്തുകൊണ്ട് മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയെ തിരുത്തുന്നില്ല? മഞ്ചേശ്വരത്തെ ലീഗിൻ്റെ സ്ഥാനാർത്ഥി പറഞ്ഞത് BJP വർഗീയ പാർട്ടിയാണ്, എന്നാൽ SDPIയോ SDPI വർഗീയ പാർട്ടിയല്ല. ഇത് നമ്മളെല്ലാവരും ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ വിഷയത്തിൽ നിന്ന് കുറച്ചകന്നുപോയി, എങ്കിലും നമുക്ക് തിരിച്ചു വരാം. ഈ വളരെ കൃത്യമായിട്ട് ഇങ്ങനൊരു പ്രശ്നം ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. ഇനി അപ്പോൾ അങ്ങനെ SDPIയുടെ വോട്ട് LDFനും മറ്റ് ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ മറ്റ് സംഘടനകളുടെയൊക്കെ വോട്ട് UDFിലും കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിലുണ്ട്. അപ്പോൾ മുസ്ലിം വോട്ട് ബാങ്കിൽ ഒരു ചെറിയ വിള്ളൽ വരുത്താൻ ഇവർക്ക് സാധിക്കും, LDFന് സാധിച്ചു എന്നുള്ളതാണ്. പകരം വീട്ടിയതാണ്. പകരം വീട്ടിയതായി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ആ അടിക്ക് മണ്ഡലങ്ങളിൽ കിട്ടിയ അടി പകരം വീട്ടിയത് ആയിക്കോട്ടെ. പക്ഷെ ഞാൻ പറയുന്നത്, കേരളത്തിൽ ഈ ഒരു കാരണം കൊണ്ട് UDFന് 100 സീറ്റ് എത്താൻ കഴിയുമോ? ഇത് UDFിനൊരു വെല്ലുവിളിയാണോ? അതിനാണ് നമുക്ക് UDFിന്റെ സ്വന്തം വോട്ട് കൊണ്ട് 100 സീറ്റിലേക്ക് എത്താൻ സാധിക്കില്ല. അത് പറ്റില്ല. UDF പുറത്ത് അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ കോൺഗ്രസ് നിലനിൽക്കുന്നത് ലീഗ് കൊടുക്കുന്ന ഭിക്ഷയാണ്. വാസ്തവത്തിൽ മലബാർ പ്രദേശത്ത് ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല. അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നേമത്ത്. കോൺഗ്രസ്സിന് പ്രവർത്തിക്കാനൊരു ഓർഗനൈസേഷൻ ഇല്ല, അവിടെ ബൂത്ത് തലത്തിൽ പ്രവർത്തകരില്ല, കുറവാണ്. കഴക്കൂട്ടത്ത് എനിക്ക് വളരെ കൃത്യമായിട്ട് നേരിട്ട് അറിയുന്നതാണ്, അവിടെ കോൺഗ്രസിൻ്റെ പ്രവർത്തനം താഴെത്തട്ടിലില്ല. നമ്മൾ കോൺഗ്രസ് ശരത്ചന്ദ്ര പ്രസാദ് നല്ല സ്ഥാനാർത്ഥിയാണ് എന്നൊക്കെ തുടക്കത്തിൽ നമ്മൾ കരുതിയിരുന്നു, നമ്മളത് ചർച്ച ചെയ്യുകയും ചെയ്തു. ശരത്ചന്ദ്ര പ്രസാദ് അവിടെ മികച്ച മുന്നേറ്റം നടത്തി കയറി വന്നാൽ തീർച്ചയായിട്ടും അവിടെ ഒരു ശക്തമായ ത്രികോണപ്പോര് നടക്കും. പക്ഷേ ഇപ്പോൾ അത് ത്രികോണപ്പോരാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അതെ, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ BJPയുടെ വോട്ടുകളെല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കും. 140 മണ്ഡലങ്ങളിലും BJP പിടിക്കേണ്ട വോട്ടുകൾ കൃത്യമായിട്ടും ഏത് ഘടകകക്ഷിയാണ് മത്സരിക്കുന്നത് അവിടെ വോട്ടുകൾ കോൺസ്റ്റന്റ് ആയിരിക്കും. അതെ, അതിന് യാതൊരു മാറ്റം വരാൻ
എൻ്റെ ഒരു കണക്കൂട്ടലിൽ യാതൊരു സാധ്യതയുമില്ല. പക്ഷേ LDF ജയിക്കുന്ന മണ്ഡലങ്ങളിൽ അവർ പറയുന്നത് SDP അടക്കമുള്ളവരുടെ വോട്ട് LDF കിട്ടി എന്നല്ല, ഞങ്ങളുടെ വോട്ട് കൊണ്ട് ജയിച്ചു എന്ന് പറയും LDF. അതേസമയം UDF ജയിക്കുന്ന മണ്ഡലങ്ങളിൽ LDF പറയുന്ന ആരോപണം എന്തായിരിക്കും? അവർ ജയിച്ചത് വർഗീയ ശക്തികളുടെ. അവിടെയും അവർ ഇനി BJP പറയാൻ പറ്റില്ല. അത് വളരെ കൃത്യമായിട്ട് പണ്ട് തൊട്ടേ അവർ പറയുന്നതാണ്. അതായത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 2001 തെരഞ്ഞെടുപ്പിൽ തോറ്റ് 40 സീറ്റുമായിട്ട് പ്രതിപക്ഷത്ത് ഒതുങ്ങിക്കൂടിയപ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് ജാതി മത വർഗീയ ശക്തികളുടെ വോട്ട് കൊണ്ടാണ് UDF വിജയിച്ചത്, മദ്യമൊഴുക്കിയിട്ടാണ് UDF വിജയിച്ചത്. അരുവിക്കരയിൽ ഉപതെരഞ്ഞെടുപ്പിൽ KS ശബരിനാഥൻ വിജയിച്ചപ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ പറഞ്ഞത് അരുവിക്കരയിൽ മദ്യമൊഴുക്കിയിട്ടാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതിന് ഉമ്മൻചാണ്ടി അന്നത്തെ മുഖ്യമന്ത്രി ഒരു കീറുകൃത്യൻ കിടിലൻ മറുപടി കൊടുത്തു, അരുവിക്കരയിലെ വോട്ടർമാരെ ഇങ്ങനെ അപമാനിക്കരുത്, അവരെല്ലാം കുടിയന്മാരാണ് എന്ന് വരുത്തി തീർക്കരുത്. സത്യം പറഞ്ഞാൽ VSന്റെ നാവടഞ്ഞു പോയി. അദ്ദേഹം പിന്നെ ഒന്നും മിണ്ടിയില്ല ആ കാര്യത്തിൽ. നോക്കൂ, ഇത് വളരെ കൃത്യമായിട്ട് ഈ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ ബിവറേജ് കോർപ്പറേഷൻ്റെ അവരുടെ ഒരു കണക്കെടുപ്പ് പ്രകാരം വാർഷിക കണക്കെടുപ്പ് കഴിയുന്നു, അടുത്ത ഏപ്രിലിൽ തുടങ്ങുന്നു. ബിവറേജ് കോർപ്പറേഷനിലെ മിക്കവാറും ഔട്ട്ലെറ്റുകളിൽ മദ്യത്തിൻ്റെ ലഭ്യത കുറവാണ്. കാരണം മദ്യം വരാത്തതല്ല, ഏപ്രിൽ ആദ്യം അവിടെ അടുത്ത ലോഡ് എത്തിയിട്ടുണ്ട്, അടുത്ത ഈ മാസത്തേക്കുള്ള ലോഡ് എത്തിയിട്ടുണ്ട്. പക്ഷേ എല്ലാം നേരത്തെ തന്നെ സോൾഡ് ഔട്ടായി, എല്ലാം നേരത്തെ കാലിയായി, റാക്കുകൾ കാലിയായി. അതിൻ്റെ അർത്ഥം എന്താണ്? എന്തായാലും BJP പ്രവർത്തകർ എന്തായാലും പോയി മദ്യം വാങ്ങിക്കില്ലല്ലോ. അല്ല, തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും മദ്യം ഒഴുകും. 8-ാം തീയതി മദ്യം ഒഴുക്കിയേ പറ്റുള്ളൂ. അത് 8-ാം തീയതി ഡ്രൈഡേ ആണെങ്കിലും അന്ന് ഇവർക്ക് മദ്യം ഒഴുക്കിയേ പറ്റുള്ളൂ. അതൊക്കെ സാധാരണ നടക്കുന്ന കാര്യമാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോൾ എന്തായാലും UDF 100 സീറ്റിൽ ജയിച്ചു വരുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി പറയാൻ ആർക്കും കഴിയുന്നില്ല. കാരണം BJP പിടിക്കുന്ന വോട്ട് ഇപ്പോഴും ഏത് മുന്നണിയെ തോൽപ്പിക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അക്കാര്യത്തിൽ രണ്ട് മുന്നണികൾക്കും കടുത്ത ആശങ്കയുണ്ട്. കോൺഗ്രസ് ഒരു പ്രതീക്ഷ വച്ചു പുലർത്തുന്നത് ന്യൂനപക്ഷ വോട്ടിലാണ്. ആ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടിൻ്റെ ഒരു കൺസോൾട്ടേഷൻ തങ്ങൾക്ക് അനുകൂലമാകും എന്ന് കോൺഗ്രസ് കരുതുന്നു. അങ്ങനെ ആ ഒരു പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ആത്മവിശ്വാസമുണ്ടെന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതിനപ്പുറത്തേക്ക് ഉള്ളിൽ വലിയ അങ്കലാപ്പ് കോൺഗ്രസ്സിനുമുണ്ട്. ഇടതുപക്ഷത്തിന് അതേസമയം വളരെ കൃത്യമായിട്ട് ഈ ന്യൂനപക്ഷ വോട്ട് തങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവുണ്ട്. അവരെ ആശങ്കപ്പെടുത്തുന്നത് BJP പിടിക്കുന്ന വോട്ട് തങ്ങളുടെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ, ഹിന്ദു പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ട് ബാങ്കിൽ ഒരു വലിയ വിള്ളൽ വീഴ്ത്തുമോ? അങ്ങനെയെങ്കിൽ LDFനെ പ്രത്യേകിച്ചും CPMനെ കാത്തിരിക്കുന്നത് ചരിത്രത്തിലില്ലാത്ത തോൽവിയായിരിക്കും. നന്ദി, നമസ്കാരം.